ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVAയിലെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓട്ടോമൊബൈൽ ചോദിച്ചിട്ടുള്ള 40 ക്വസ്റ്റ്യൻസിലെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയായിരുന്നു വന്നിരുന്നതെന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് അതിനെ ആൻസറിലോട്ട് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ് ഓപ്പറേറ്റഡ് ബൈ 2 ക്യാംസ്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ഓൺലി പോർട്സ് കവേർഡ് ആൻഡ് അൺകവേർഡ് ബൈ പിസ്റ്റൺ ടു എഫക്ട് ചാർജിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത് 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ് ഓപ്പറേറ്റഡ് ബൈ 1 ക്യാം. ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുള്ളത് നൺ ഓഫ് ദി അബോവ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് എഞ്ചിന്റെ ബേസിക്സ്, നമുക്ക് ഏതൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഭാഗം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ, നമ്മൾ എഞ്ചിന്റെ ബേസിക്സ് ആദ്യം നമ്മൾ പഠിച്ചിട്ട് പോകും. അപ്പൊ അതിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, 4 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, പെട്രോൾ എഞ്ചിൻ എന്താണ്, ഡീസൽ എഞ്ചിൻ എന്താണ്, അതിലെ ഭാഗങ്ങളും അതിലെ പാർട്സും എല്ലാം തന്നെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അതിന്റെ ഓപ്പറേഷൻസ്, വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടു സ്ട്രോക്ക് എഞ്ചിൻ സൈക്കിൾ, ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ സൈക്കിളിലെ വാൾവുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കൊരു 2 സ്ട്രോക്ക് എഞ്ചിനും ഒരു 4 സ്ട്രോക്ക് എഞ്ചിനും എടുത്തിട്ട് തന്നെ കമ്പയർ ചെയ്യാം അല്ലെ. ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ, ഇതിപ്പോ ഒരു 2 സ്ട്രോക്ക് ആണ് അല്ലെ, നമുക്കറിയാം ഇതൊരു 2 സ്ട്രോക്ക് ആണ്, ഇതൊരു 4 സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ ഈ 2 സ്ട്രോക്കിന്റെ എഞ്ചിന്റെയും 4 സ്ട്രോക്കിന്റെ എഞ്ചിന്റെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാറുള്ള എന്താണ്? വാൾവുകളും അതേപോലെ തന്നെ പോർട്ടുകളാണ് അല്ലെ. 2 സ്ട്രോക്കിലാണെന്ന സമയത്ത് വാൾവുകൾ ഉണ്ടായിരിക്കില്ല, അതിന് പകരം അവിടെ പോർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. 4 സ്ട്രോക്കിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? വാൾവ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. 4 സ്ട്രോക്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻലെറ്റ് വാൾവും, അതിൽ നിന്ന് അകത്തുള്ള കത്തിക്കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ സ്ട്രോക്കിലെല്ലാം പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സോസ്റ്റ് വാൾവും ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനൊരു ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻലെറ്റ് വാൾവ് കാണിച്ചിട്ടുണ്ട്, എക്സോസ്റ്റ് വാൾവ് കാണിച്ചിട്ടുണ്ട്. ഒരു 2 സ്ട്രോക്കിന്റെ കേസിലാവുന്ന സമയത്ത് നമുക്ക് അവിടെ 3 പോർട്ടാണ് മെയിൽ ഉണ്ടാകുക. ഫസ്റ്റ് പോർട്ട് പറഞ്ഞാൽ ഇൻലെറ്റ് പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻടേക്ക് പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഇൻടേക്ക് പോർട്ട് എന്ന് പറയാം ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് ഇവിടെ തന്നെ നമുക്കൊരു എക്സോസ്റ്റ് പോർട്ട്, അതായത് പുറത്തോട്ട് പുറം തള്ളുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സോസ്റ്റ് പോർട്ടും ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ട്രാൻസ്ഫർ പോർട്ട് ഉണ്ട് അല്ലെ, ഒരു ട്രാൻസ്ഫർ പോർട്ട് ഉണ്ട് ഇവിടെ. ഈ ട്രാൻസ്ഫർ പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ ഇൻടേക്ക് പോർട്ടിലൂടെ ക്രാങ്ക് കേസിനകത്ത് നിറഞ്ഞിട്ടുള്ള ഫ്രഷ് ചാർജിനെ പിസ്റ്റന്റെ മൂവ്മെന്റ് അനുസരിച്ച് ട്രാൻസ്ഫർ പോർട്ടിലൂടെ പിസ്റ്റന്റെ കമ്പസ്റ്റൻ ചേംബറിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോർമലി ഇവിടെ 2 സ്ട്രോക്കിൽ ഒരു ട്രാൻസ്ഫർ പോർട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു പോർട്ടിന്റെയും വാൾവിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. സോ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ് ഓപ്പറേറ്റഡ് ബൈ 2 ക്യാംസ്. 2 ക്യാംസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാണ് ഒരു സെക്ഷൻ വാൾവിനെയും എക്സോസ്റ്റ് വാൾവിനെയും നടന്നത്. 2 സ്ട്രോക്കിൽ നമുക്കറിയാം വാൾവുകൾ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ദെൻ ഓൺലി പോർട്സ് കവേർഡ് ആൻഡ് അൺകവേർഡ് ബൈ പിസ്റ്റൺ ടു എഫക്ട് ചാർജിങ് ആൻഡ് എക്സോസ്റ്റിംഗ് അല്ലെ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? പോർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ചാർജിങ്ങും എക്സോസ്റ്റിങ്ങും ചെയ്യുന്നത്. അതിനകത്തോട്ട് പുതിയ ഫ്രഷ് എയർഫ്യൂൽ മിക്സ്ചർ ആണെങ്കിൽ എയർഫ്യൂൽ മിക്സ്ചർ, ഫ്രഷ് എയർ ആണെങ്കിൽ ഫ്രഷ് ചാർജ് എന്ന് പറയാം. ആ ചാർജ് കയറ്റുന്നതും പോർട്ടാണ്. അതേപോലെ തന്നെ അതിൽ നിന്ന് കത്തിക്കരിഞ്ഞതിന് ശേഷം പുക കാര്യങ്ങളൊക്കെ ഡസ്റ്റ് ഒക്കെ പുറത്ത് കളയുന്നതും ആരാണ്? പോർട്ടാണ്. അത് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? പിസ്റ്റന്റെ മൂവ്മെന്റിലാണ് അതെന്താവുന്നത്? ഓപ്പറേറ്റ് ആവുന്നത്. അതാണ് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വാൾവുകൾ ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 4 ഓപ്ഷൻസിലെ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഒരു 2 സ്ട്രോക്കിന്റെയും 4 സ്ട്രോക്കിന്റെയും എഞ്ചിൻസിന്റെ വാൾവിനെ ബേസ് ചെയ്തിട്ട്, വാൾവ് അല്ലെങ്കിൽ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ SI എഞ്ചിൻ ടു ഒബ്റ്റെയിൻ റിക്വയർഡ് ഫയറിംഗ് ഓർഡർ. ഓപ്ഷൻ എ ബാറ്ററി ഈസ് ഇൻസ്റ്റാൾഡ്, ഇഗ്നിഷൻ കോയിൽ ഈസ് ഇൻസ്റ്റാൾഡ്, ഡിസ്ട്രിബ്യൂട്ടർ
ഈസ് ഇൻസ്റ്റാൾഡ്, കാർബറേറ്റർ ഈസ് ഇൻസ്റ്റാൾഡ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു SI എഞ്ചിനിൽ നമ്മൾ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് SI എഞ്ചിന്, അതേപോലെ തന്നെ CI എഞ്ചിന്. രണ്ട് എഞ്ചിൻസ് അല്ലെ, SI എഞ്ചിന്, CI എഞ്ചിന്. SI എഞ്ചിൻ എന്ന് പറയുമ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് എന്നും CI എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നോർമലി SI എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളുടെ പെട്രോൾ എഞ്ചിൻസും CI എഞ്ചിന് നമ്മൾ നോർമലി ഡീസൽ എഞ്ചിൻസും ആണ് പറയാറുള്ളത്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ്, അതേപോലെ തന്നെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. അങ്ങനെയാണ് നോർമലി നമ്മൾ SI എഞ്ചിൻ, CI എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു SI എഞ്ചിനിലെ, അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലെ നമുക്ക് വേണ്ട ഫയറിംഗ് ഓർഡർ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ബാറ്ററിയെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇഗ്നിഷൻ കോയിൽ, ഡിസ്ട്രിബ്യൂട്ടർ, കാർബറേറ്റർ, ഇങ്ങനെ 4 ഇതുണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷൻസിലും ബാറ്ററിയുടെ ഫംഗ്ഷൻ എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇഗ്നിഷൻ കോയിൽ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇത് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടർ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് അറിയണം. കാർബറേറ്റർ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇഗ്നിഷൻ സിസ്റ്റം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ, ഇതിൽ നേരത്തെ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം, ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം ഒരു പവർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാഹനത്തിന്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ് അല്ലെ. ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ വാഹനം ഓടുന്ന സമയത്ത് ആൾട്ടർനേറ്റർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു. വാഹനത്തിന് ആവശ്യമായിട്ടുള്ള പവർ വേണ്ട സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നു. അതായത് നമുക്കൊരു ഇഗ്നിഷൻ കീ ഉണ്ടായിരിക്കും. ഇഗ്നിഷൻ കീ കഴിഞ്ഞതിന് ശേഷം ഒരു ഇഗ്നിഷൻ കോയിൽ ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാം നമ്മളുടെ വാഹനത്തിന്റെ പെട്രോൾ എഞ്ചിൻ, SI എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് വേണം. ഒരു 20 to 24,000 അടുത്തൊക്കെ നമുക്ക് ഹൈ വോൾട്ടേജ് നമുക്ക് ഒരു സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ്, ബാറ്ററി നമുക്ക് എത്ര നോർമലി കൊടുക്കാറുള്ളത്? 12 വോൾട്ട്. ഇനി ഒരു ഹെവി വാഹനങ്ങളൊക്കെ ആണെങ്കിൽ 24 വോൾട്ട്. ഇതാണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്. ഈ 12 വോൾട്ടിനെ നമുക്ക് വേണ്ട ഒരു 20,000 വോൾട്ടൊക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇഗ്നിഷൻ കോയിൽ കൊടുക്കുന്നത്. ഇത് ഇഗ്നിഷൻ കോയിലിന്റെ അകത്തൊരു പ്രൈമറി കോയിലും പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. സോ അതിനുശേഷം നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് അല്ലെ. ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇതും അതിന്റെ ഒരു ക്യാപ്പ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരേ സംഭവം തന്നെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഉള്ളിൽ നമുക്കറിയാം CB പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഉള്ളിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്യാം ഉണ്ടായിരിക്കും അല്ലെ. റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഒരു റൊട്ടേറ്റിംഗ് ക്യാം എന്നാണ് പറയാറുള്ളത്. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിന്റെ ഹൈ ടെൻഷൻ കേബിളിലെ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത്, ആ ടച്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഓരോ സ്പാർക്ക് പ്ലഗിലോട്ടും പോകുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് കറങ്ങുന്ന ഒരു ഓർഡർ ഇവിടെ നമുക്ക് ഒരു ആരോ മാർക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ 1 ആണ് അടുത്തത്, പിന്നെ 3 ആണ്, നെക്സ്റ്റ് 4 ആണ്, നെക്സ്റ്റ് 2 ആണ് അല്ലെ. ഇത് നമ്മളുടെ ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇതിലിവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒന്നാമത്തെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, രണ്ടാമത്തെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, മൂന്നാമത്തെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, നാലാമത്തെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഫയറിംഗ് ഓർഡർ എന്താണെന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇനി ഫയറിംഗ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1, 3, 4, 2 ഇങ്ങനെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഇൻസ്റ്റാൾഡ് എന്നാണ് നമ്മളുടെ ഓപ്ഷൻ C കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഗ്നിഷൻ കോയിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇഗ്നിഷൻ കോയിലും ഈ ഒരു പാർട്ടിന്റെ ഭാഗം തന്നെയാണ്. ബാറ്ററിയും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ബാറ്ററി പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ബാറ്ററി കൊടുത്തിട്ടുള്ളത്. ഇഗ്നിഷൻ കോയിൽ ലോ വോൾട്ടേജ് അല്ല, ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബാറ്ററി ഇഗ്നിഷൻ കോയിൽ കൊടുത്തിട്ടുള്ളത്. കാർബറേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ. എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാർബറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ C ആണ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ 4-stroke cycle engine power is produced in every revolution of crankshaft, each stroke, every alternate revolution of crankshaft, none of the above. ഒരു 4-stroke എഞ്ചിനിലെ നമ്മളിപ്പോ നേരത്തെ SI എഞ്ചിൻ പറഞ്ഞു, CI എഞ്ചിൻ പറഞ്ഞു, 2-stroke എഞ്ചിൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ 4-stroke എഞ്ചിനും 2-stroke എഞ്ചിനും കമ്പാരിസൺ പഠിക്കുന്നുണ്ട്. ആ കമ്പാരിസൺ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ പവർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് കൂടി പഠിക്കണം. അപ്പൊ ഒരു 4-stroke എഞ്ചിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു 4-stroke എഞ്ചിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 4 സ്ട്രോക്ക് ഉള്ള ഒരു എഞ്ചിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൽ 2 റെവല്യൂഷൻ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു പവർ സ്ട്രോക്ക് നമുക്ക് ലഭിക്കുന്നത്. ഒരു പവർ സ്ട്രോക്ക് നമുക്ക് ലഭിക്കുന്നത് 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രാങ്ക് ഷാഫ്റ്റിന്റെ 720 ഡിഗ്രി കറങ്ങുമ്പോൾ എന്നാണ്. ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്ന 360 ഡിഗ്രിയാണ്. അപ്പൊ 2 റെവല്യൂഷൻ കറങ്ങുമ്പോൾ, അതായത് 2 റെവല്യൂഷൻ സാധ്യമാകുമ്പോൾ അല്ലെങ്കിൽ 720 ഡിഗ്രി കറങ്ങുമ്പോഴാണ് അവിടെ ഒരു പവർ സ്ട്രോക്ക് 4-strokeൽ കിട്ടുന്നത്. ഇത് 2-strokeന്റെ കേസിലാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ 4-strokeന്റെ കേസിൽ 2-strokeന്റെ കേസിലാകുന്ന സമയത്ത് ഒരു റെവല്യൂഷൻ കറങ്ങിയാൽ തന്നെ, അതായത് 360 ഡിഗ്രി കറങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു
പവർ സ്ട്രോക്ക് സാധ്യമാവുന്നുണ്ട്. 360 ഡിഗ്രി കറങ്ങുമ്പോൾ തന്നെ ഒരു പവർ സ്ട്രോക്ക് സാധ്യമാവുന്നുണ്ട്. അപ്പോൾ ഫോർ സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ പവർ ഈസ് പ്രൊഡ്യൂസ്ഡ് എവരി റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഓരോ റെവല്യൂഷനും ഉൽപ്പാദിപ്പിക്കുന്ന പറയുന്നത്. അപ്പൊ തെറ്റായ ആൻസർ ആണ് അല്ലെ. ഇത് 2 സ്ട്രോക്കിന്റെ കേസിലാണെങ്കിൽ എവരി റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ശരിയാണ്. ഈച്ച് സ്ട്രോക്ക് ഓരോ സ്ട്രോക്കിലും ഓരോ പവർ സ്ട്രോക്ക് ജനറേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്, അതും തെറ്റാണ്. എവരി ആൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്താണ് കറക്റ്റ്? അതല്ല കറക്റ്റ് ആൻസർ. ഓരോ ഇടപെട്ടിട്ടുള്ള കറക്കത്തിൽ ഒരു തവണ പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത കറക്കത്തിലല്ല പിന്നത്തെ കറക്കത്തിൽ അല്ലെ 2 റെവല്യൂഷൻ കഴിയുമ്പോൾ അപ്പൊ എവരി ആൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഇവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which cross section do compression rings have? Which cross section do compression rings have? Triangular cross section, rectangular cross section, circular cross section, square cross section. അല്ലെ 4 ക്രോസ് സെക്ഷൻ. അപ്പൊ കംപ്രഷൻ റിംഗ് എന്താണ്? നമ്മളുടെ പിസ്റ്റൺ റിംഗ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിസ്റ്റൺ റിംഗ്സും കാര്യങ്ങളും പഠിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് അറിയേണ്ട 2 റിങ്ങുകളാണ് എന്ത് പറയുന്നത്? കംപ്രഷൻ റിംഗ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഓയിൽ റിംഗ് എന്ന് പറയുന്നതും. 2 ടൈപ്പ് റിംഗ് ആണ് പിസ്റ്റണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ ഒരെണ്ണം കംപ്രഷൻ റിംഗും ഒരെണ്ണം ഓയിൽ റിംഗും ആണ്. അപ്പൊ കംപ്രഷൻ റിംഗ് എല്ലാ ഓയിൽ റിംഗിന്റെയും എന്ത് വരുന്നുണ്ട്? ഈ എൻഡിൽ നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഈ റിംഗ്സിന്റെ എൻഡിൽ ഒരു ക്രോസ് സെക്ഷൻ വരുന്നുണ്ട്, നമുക്ക് ജോയിന്റ് വരുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ക്രോസ് സെക്ഷനിൽ എങ്ങനെയാണ് ആ ക്രോസ് സെക്ഷൻ വരുന്നത് എന്നുള്ളതാണ് അല്ലെ. കംപ്രഷൻ റിംഗ്സിന് നോർമലി കംപ്രഷൻ റിംഗ്സിന് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും കേട്ടോ. റെക്ടാംഗുലർ സെക്ഷൻ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ വളരെ ടൈറ്റ് ആയിട്ട് ഗ്രൂവിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കമ്പസ്റ്റൻ ചേംബറിലുള്ള ഗ്യാസിനെ താഴത്തോട്ട് ലീക്ക് ആവുന്ന തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു പ്രോപ്പർ സീലിംഗ് കൊടുത്തിട്ട് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്രോസ് സെക്ഷൻ ഇതേ രീതിയിൽ റെക്ടാംഗുലർ ക്രോസ് സെക്ഷനിൽ നിർമ്മിക്കുന്നത്. അപ്പൊ കംപ്രഷൻ റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഓയിൽ റിംഗ് ഉണ്ട്. കംപ്രഷൻ റിംഗിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സോ ഓപ്ഷൻ ബി ആണ് എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് which distance between the distance between the center of the front wheel is called? The distance between the center of the front wheel is called. Option A wheelbase, option B axle width, option C turning circle, option D track. എന്താണ് ചോദിച്ചിട്ടുള്ളത്? the distance between the centers of the front wheel. രണ്ട് ഫ്രണ്ട് വീലുകളുടെ സെന്റേഴ്സുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താണ് എന്നാണ്. നമ്മളൊരു വാഹനത്തിന്റെ മെഷർമെന്റ് എടുത്താണ് പഠിക്കേണ്ടത്. ഒരു വാഹനത്തിന്റെ മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ വീലിന്റെയും റിയറിലെ വീലിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ നമ്മൾ നോർമലി പറയാറുള്ളത് എന്താണ്? വീൽ ബേസ് ആണ്. ഇത് ഫ്രണ്ടിലെ വീലിലെയും ബാക്കിലെ വീലിലെയും അല്ല, ഫ്രണ്ടിലെ വീലിലെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, വീലിന്റെ അല്ലെ ആക്സിലിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയാം. ആക്സിലിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വീൽ ബേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വീൽ ട്രാക്ക് പറയുന്നത്. വീൽ ട്രാക്ക് എന്താണ്? ഫ്രണ്ടിലെ വീലിന്റെ സെന്റർ പാർട്ടും അതേപോലെ തന്നെ ഫ്രണ്ടിലെ മറ്റേ വീലിന്റെ സെന്റർ പാർട്ടും അല്ലെ 2 വീലുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വീൽ ട്രാക്ക് അല്ലെങ്കിൽ ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. വീൽ ട്രാക്ക് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണൽ എന്താ പറയാനുള്ളത്? ഈ ഫ്രണ്ടത്തെ വീലിന്റെ സെന്റർ മുതൽ ഫ്രണ്ടിലോട്ട് ഏറ്റവും മാക്സിമം തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിലോട്ട് ബാക്കിലോട്ട് തള്ളി നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയർ ഓവർഹാങ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓവർഹാങ്ങും റിയർ ഓവർഹാങ്ങും ആണ് നമുക്ക് നോർമലി എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ഈ ഫ്രണ്ട് ഓവർഹാങ്ങും റിയർ ഓവർഹാങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാം. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ടയർ ഒഴിച്ച് ബോഡിയിൽ നിന്ന് ഏറ്റവും താഴത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഗ്രൗണ്ട് തമ്മിൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു? ഫ്രണ്ടിലെ വീലുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ പറയുന്നത് അല്ലെ. ഫ്രണ്ടിലെയും ബാക്കിലെയും അല്ല ചോദിച്ചിട്ടുള്ളത്, ഫ്രണ്ടിലെ വീലുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വീൽ ട്രാക്ക് ആണ് നമുക്ക് ആൻസർ വരിക അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ട്രാക്ക് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരിക. ഇവിടെ വീൽ ബേസ് എന്താണെന്നുണ്ട്, ആക്സിൽ വിഡ്ത്ത് എന്താണെന്നുണ്ട് പറഞ്ഞു, ടേണിംഗ് സർക്കിൾ എന്താന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ടേണിംഗ് സർക്കിളും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എന്ന് പറയാം. നമ്മളൊരു വാഹനം ഫുള്ള് സ്റ്റിയറിംഗ് ഒരു ഭാഗത്തോട് വെച്ചിട്ട് വാഹനത്തിനെ ഈ ഫുൾ ഓപ്പറേറ്റ് ചെയ്താൽ വാഹനത്തിന് ഇങ്ങനെ കറങ്ങാൻ പറ്റുമല്ലോ, ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഫുള്ള് കറങ്ങുന്നതിനായിട്ട് സർക്കിളിനെ ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു റേഡിയസിനെ നമ്മൾ ടേണിംഗ് റേഡിയസ് എന്നും പറയാറുണ്ട് അല്ലെ. ചെറിയ ടേണിംഗ് റേഡിയസ് ഉള്ള വാഹനങ്ങളായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒടിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഓപ്ഷൻ ഡി ട്രാക്ക് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് 6th ക്വസ്റ്റ്യൻ. The venturing in the carburetor causes the
ഓപ്ഷൻ എ ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി, ഇൻക്രീസ് ഓഫ് മാനിഫോൾഡ് വാക്വം, ഡിക്രീസ് ഓഫ് എയർ വെലോസിറ്റി, ഡിക്രീസ് ഓഫ് ഫ്യൂൽ ഫ്ലോ. എന്താണ് വെഞ്ചുറി ഇൻ എ കാർബറേറ്റർ? ഒരു കാർബറേറ്ററിലെ വെഞ്ചുറി. അപ്പൊ നമുക്ക് കാർബറേറ്ററിലെ വെഞ്ചുറി എന്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. എയർ വെലോസിറ്റി ഇൻക്രീസ് ആകാൻ കാരണമാകുന്നു, മാനിഫോൾഡ് വാക്വം ഇൻക്രീസ് ആകാൻ കാരണമാകുന്നു, അതേപോലെ തന്നെ എയർ വെലോസിറ്റി കുറയാൻ കാരണമാകുന്നു, ഡിക്രീസ് ഓഫ് ഫ്യൂൽ ഫ്ലോ കുറയുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. അപ്പൊ വെഞ്ചുറിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എയർ ഉണ്ടായിരിക്കും, ഫ്യൂൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ കാർബറേറ്ററിന്റെ ഒരു വെഞ്ചുറി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ കാർബറേറ്ററിന്റെ ഫിഗർ ആണ്. നമുക്ക് ഇത് ഈ ഒരു നോർമലി ഈ ഒരു ഏരിയ കുറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത്? വെഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ. വെഞ്ചുറിയിൽ ഈ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിരിക്കും? എയർ വരുന്നുണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള എയർ. കാർബറേറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? എയറിനെയും ഫ്യൂലിനെയും മിക്സ് ചെയ്യുക എന്നതാണ് കാർബറേറ്ററിന്റെ ഫംഗ്ഷൻ. എയർ ഫ്യൂൽ മിക്സിംഗ് ആണ് കാർബറേറ്ററിന്റെ ഫംഗ്ഷൻ. സോ എയർ ഇവിടുന്ന് വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്ലോട്ടിൽ നിന്ന്, നമ്മുടെ പെട്രോൾ ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഫ്ലോട്ട് ഉണ്ട്. ഈ ഫ്ലോട്ടിൽ നിന്ന് എന്തുണ്ട്? ഒരു ജെറ്റ് വഴി നമുക്ക് ഫ്യൂലും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ട ഫ്യൂലും വരുന്നുണ്ട്. ഈ എയറിനെയും ഫ്യൂലിനെയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വെഞ്ചുറിയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അല്ലെ. ഈ ഫ്ലോട്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫ്ലോട്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫ്യൂല് എന്ത് ചെയ്യുന്നു? ഈ ജെറ്റ് വഴി, നോസിൽ വഴി, ജെറ്റിലെ നോസിൽ വഴി എന്ത് ചെയ്യുന്നു? ഈ ഒരു വെഞ്ചുറിയിൽ എത്തുന്നു. അതേപോലെ തന്നെ എയറും ഇവിടെ നിന്ന് എത്തുന്നു. ഇതിനു വേണ്ടി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ വെഞ്ചുറി എന്താണ് ചെയ്യുന്നത് അല്ലെ? വെഞ്ചുറി ഉണ്ടായത് ഇങ്ങനെ ഒരു ഏരിയ കുറച്ച് ഇങ്ങനെ ഒരു ഏരിയ ഇതാക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നായിരുന്നു അല്ലെ. ഇൻക്രീസ് എയർ വെലോസിറ്റി കൂടുന്നു. കാരണം അവിടെ ഡയമീറ്റർ കുറച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ എയറിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് വെഞ്ചുറി ഇൻ ദ കാർബറേറ്റർ കോസസ് ഇൻക്രീസ് എയർ വെലോസിറ്റി. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ തന്നെ, ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും അല്ല എന്നുള്ളത്. എയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The turbocharger uses dash energy. The turbocharger uses dash energy. Option A, energy of exhaust gas. Option B, engine energy. Option C, energy from a radiator. Energy from a flywheel. Turbocharger uses dash energy. ടർബോചാർജർ. അപ്പൊ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമുക്ക് ടെർബോചാർജർ എന്താണ്, സൂപ്പർ ചാർജർ എന്താണെന്നില്ല മനസ്സിലാക്കിക്കണം. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്നുള്ളത്. സൂപ്പർ ചാർജർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? നമുക്ക് എയറിൽ എഞ്ചിന്റെ ഇൻടേക്കിലേക്ക് ആവശ്യമായ എയറിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ടെർബോ ചാർജർ എന്ന് പറയുന്നത്, സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. അപ്പൊ ടെർബോ ചാർജർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ, ഇത് ടെർബോ ചാർജറാണ്, ടെർബോ ചാർജറിന്റെ കംപ്രസറാണ്. ഈ കംപ്രസർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ എടുക്കുന്നു നോക്കൂ. ഒരു ബെൽറ്റ് ഡ്രൈവ് മുഖേന എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് പവർ എടുത്തിട്ടുള്ളത്. എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് പവർ എടുത്തിട്ടുള്ളത്. എഞ്ചിൻ കറങ്ങുമ്പോൾ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുകയും ക്രാങ്ക് ഷാഫ്റ്റ് ഒരു ബെൽറ്റ് ഡ്രൈവിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കംപ്രസറിലോട്ട്, സൂപ്പർ ചാർജറിന്റെ കംപ്രസറിലോട്ട് കംപ്രസ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള എയറിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മളുടെ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തോട്ട് എത്തിക്കുന്നു. നമ്മൾക്ക് വേണ്ട ഇൻലെറ്റിൽ സെക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റിലോട്ട് എത്തിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇനി ഒരു ടർബോ ചാർജറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെർബോ ചാർജറിൽ എഞ്ചിൽ നിന്നും എക്സോസ്റ്റ് പോകുന്ന ഗ്യാസിനെ, ഒരു ടർബൈൻ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ടർബൈനിലോട്ട് കടത്തി വിടുന്നു. അപ്പൊ ഈ ഗ്യാസിന്റെ ഫോഴ്സ് കാരണം ടർബൈനിന്റെ ഫാൻ കാര്യങ്ങളൊക്കെ കറങ്ങുമല്ലോ, ടർബൈൻ കറങ്ങും. ഈ ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ ടർബൈനിൽ നിന്നുള്ള പവർ ആണ് എന്ത് ചെയ്യുന്നത്? ചാർജറിന്റെ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ എഞ്ചിന്റെ പവർ യൂസ് ചെയ്യുന്നില്ല. അതാണ് ടെർബോ ചാർജർ. എഞ്ചിന്റെ പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർ ചാർജർ. എഞ്ചിന്റെ പവർ ഇവിടെ നമുക്ക് എഞ്ചിന്റെ പവർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. എഞ്ചിന്റെ പവർ യൂസ് ചെയ്യുന്നു. ഇവിടെ എഞ്ചിൻ പവർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും എഞ്ചിൻ പവർ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എഞ്ചിൻ പവറിന്റെ ആവശ്യം വരുന്നില്ല. എഞ്ചിന്റെ പവർ യൂസ് ചെയ്യുന്നില്ല. ഈ എഞ്ചിൻ പവർ യൂസ് ചെയ്യാതെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നുള്ള എക്സോസ്റ്റിന്റെ, എഞ്ചിന്റെ എക്സോസ്റ്റിലൂടെ പോകുന്ന വേസ്റ്റ് ആയി പോകുന്ന ഗ്യാസസിന്റെ പവർ യൂസ് ചെയ്തിട്ട് ചാർജ് ഉപയോഗിക്കുന്നതിനാണ് ഇൻലെറ്റിലോട്ട് കംപ്രസ്ഡ് എയർ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ നോർമലി ടെർബോ ചാർജർ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ടെർബോ ചാർജർ യൂസസ് ഡാഷ് എനർജി. എന്ത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, എഞ്ചിൻ എനർജി, എനർജി ഫ്രം റേഡിയേറ്റർ, എനർജി ഫ്രം ഫ്ലൈവീൽ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജിയാണ് ടെർബോ ചാർജർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ കറക്റ്റ് അല്ലേ? സിമ്പിൾ സാധനമാണ്. ടെർബോ ചാർജർ എന്താണ്, സൂപ്പർ ചാർജർ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വണ്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ളായിരുന്നു പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ എ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. തെർമോസ്റ്റാറ്റ് വാൾവിന്റെ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് വാട്ടർ, ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്.
തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ എ കൂളിംഗ് സിസ്റ്റം. അപ്പൊ കൂളിംഗ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട് കൂളിംഗ് സിസ്റ്റത്തിൽ? നമുക്ക് നോർമലി ഒരു കൂളിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത്, കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഏരിയ എന്ന് പറയാം. കൂളിംഗ് സിസ്റ്റത്തിൽ 2 ടൈപ്പ് കൂളിംഗ് സിസ്റ്റം നമ്മൾ പഠിക്കണം. എയർ കൂളിംഗും അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗും. നമ്മൾ വാട്ടർ കൂളിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ എയർ കൂളിംഗും ലിക്വിഡ് കൂളിംഗും. ദെൻ എയർ കൂളിംഗിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിൻസ് എന്താണെന്നും ഫിൻസിന്റെ മെറ്റീരിയൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ലിക്വിഡ് കൂളിംഗിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചധികം ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. റേഡിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, തെർമോസ്റ്റാറ്റ് വാൾവ് ഉപയോഗിക്കുന്നുണ്ട്, പമ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതുമായി വന്ന് അതിന്റെ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ അതേപോലെ തന്നെ ഈ റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, തെർമോസ്റ്റാറ്റ് വാൾവിന്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കണം. സോ ദ ക്വസ്റ്റ്യൻ എന്താണ്? തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ എ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. ഒരു കൂളിംഗ് സിസ്റ്റത്തിലെ തെർമോസ്റ്റാറ്റ് വാൾവ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. ബോത്ത് എ ആൻഡ് ബി, ഇതും ശരിയാണെന്നാണ് പറയുന്നത്. നൺ ഓഫ് ദി അബോവ്. നമുക്ക് നോക്കാം എവിടെയാണ് തെർമോസ്റ്റാറ്റ് വാൾവ് ഉണ്ടായിരിക്കുക. നോർമലി നമുക്ക് ഈ എഞ്ചിൻ നിന്ന് റേഡിയേറ്ററിലോട്ടുള്ള വെള്ളം പാസ് ചെയ്യുന്നതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വാൾവ്. എഞ്ചിന്റെ അകത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്നതിന് മുന്നേയുള്ള നിശ്ചിത ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എഞ്ചിന്റെ അകത്തുള്ള ഓവർ ഹീറ്റ് ആയിട്ട് കിടക്കുന്ന ലിക്വിഡിനെ, കൂളന്റിനെ എന്ത് ചെയ്യുന്നു, റേഡിയേറ്ററിലോട്ട് പാസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ദെൻ റേഡിയേറ്ററിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു, അത് കൂളായി നോർമൽ ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ട് അത് വീണ്ടും എഞ്ചിനിലോട്ട് പാസ് ചെയ്യുന്നു. സോ നമുക്ക് ഇതിലെ ടെമ്പറേച്ചർ, ഈ എഞ്ചിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളന്റിന്റെ ടെമ്പറേച്ചറും നിയന്ത്രിക്കുന്ന ആരാണ്? തെർമോസ്റ്റാറ്റ് ആണ്. ഇതിലുള്ള വാട്ടറിന്റെ പാസിംഗും നിയന്ത്രിക്കുന്ന ആരാണ്? ഈ തെർമോസ്റ്റാറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഫ്ലോ ഓഫ് വാട്ടർ ശരിയാണ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ശരിയാണ്. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് സിസ്റ്റം ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ക്യാരിഡ് ഇൻ സെപ്പറേറ്റ് ടാങ്ക് ഫ്രം വേർ ഇറ്റ് ഈസ് ഫെഡ് ടു ദി എഞ്ചിൻ. ഇനി ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് ഓയിൽ ഈസ് ക്യാരിഡ് ഇൻ എ സെപ്പറേറ്റ് ടാങ്ക്? ഓയിൽ എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാങ്കിൽ നിറച്ചതിന് ശേഷം എഞ്ചിനിലോട്ട് ഫീഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ വെറ്റ് സമ്പ് സിസ്റ്റം, ഓപ്ഷൻ ബി മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഓപ്ഷൻ സി സ്പ്ലാഷ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഡ്രൈ സമ്പ് സിസ്റ്റം. 4 സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ആൻസർ, ഇതിൽ ഓരോരോ സിസ്റ്റം, നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പെട്രോൾ ലൂബ്രിക്കേഷൻ പഠിക്കണം, പ്രഷർ ലൂബ്രിക്കേഷൻ പഠിക്കണം, മിസ്റ്റ് ലൂബ്രിക്കേഷൻ പഠിക്കണം, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ, സ്പ്ലാഷ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചില സ്പെഷ്യൽ കേസസിലെ വാഹനം, റേസിംഗ് കാറുകൾ അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമലി ഡ്രൈ സമ്പ് സിസ്റ്റത്തിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്താണ് ഡ്രൈ സമ്പ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, നോർമലി നമ്മൾ എന്താ പറയുന്നത്, എഞ്ചിന്റെ അകത്ത് എഞ്ചിന്റെ നേരെ ഏറ്റവും ബോട്ടത്തിൽ ഒരു സമ്പ് ഉണ്ടായിരിക്കും. ഈ സമ്പിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തേക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഫിൽറ്ററും പമ്പും ഒക്കെ എടുത്തുകൊണ്ട് നോർമലി ഇതിലേക്കുള്ള കൂളിംഗ് നടത്തുന്നത്. സാധാരണ ഒരു പ്രഷർ സിസ്റ്റത്തിലായിരിക്കും അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഡ്രൈ സമ്പ് സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് എക്സ്ട്രാ ഒരു പമ്പ് കൂടി വരുന്നു. ആ പമ്പിന്റെ പേരാണ് സ്കാവെഞ്ചിങ് പമ്പ്. സ്കാവെഞ്ചിങ് പമ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു പമ്പ് കൂടി വരികയാണ്, അതാണ് സ്കാവെഞ്ചിങ് പമ്പ്. സ്കാവെഞ്ചിങ് പമ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നോർമലി നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന റിസർവോയറിൽ നിന്നും എക്സ്ട്രാ ഒരു സ്കാവെഞ്ചിങ് ടാങ്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ടാങ്കിലോട്ട് ടാങ്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൂബ്രിക്കേറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിനെ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ പമ്പ് ചെയ്ത് വെക്കുന്നു. അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിനറും പമ്പും ഒക്കെ ഉപയോഗിച്ചിട്ട്, മെയിൻ ആയിട്ടുള്ള പമ്പാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ പമ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലോട്ട് എഞ്ചിനിലോട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു. അതായത് എപ്പോഴും ഈ ടാങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു നിശ്ചിത അളവിൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, നിശ്ചിത അളവിൽ നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടായിരിക്കും. അതാണ് നോർമൽ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു എഞ്ചിന്റെ നോർമൽ നമ്മൾ എടുത്തു വെക്കുന്ന പമ്പിൽ നിന്ന്, റിസർവോയറിൽ നിന്നും സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ടാങ്കിലോട്ട് പമ്പ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമുക്ക് 2 പമ്പ് ഉണ്ടായിരിക്കും. ഒരു മെയിൻ പമ്പിന് പുറമെ, മെയിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പിന് പുറമെ ഒരു സ്കാവെഞ്ചിങ് പമ്പ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് അറിയേണ്ടത് വെച്ചാൽ ഈ സ്കാവെഞ്ചിങ് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരിക. സ്കാവെഞ്ചിങ് പമ്പിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കണം. ആൻസർ പറയുന്നത് ഡ്രൈ സമ്പ് സിസ്റ്റം. ഡ്രൈ സമ്പ് സിസ്റ്റത്തിലാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് ഓർ എക്സോസ്റ്റ് വാൾവ്സ് വെൻ ദ എഞ്ചിൻ ഈസ് റണ്ണിങ്? എഞ്ചിൻ റണ്ണ് ചെയ്യുന്ന സമയത്ത്
എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ എഞ്ചിന്റെ ടൈമിംഗ് അനുസരിച്ച് അല്ലെങ്കിൽ എഞ്ചിന്റെ കണ്ടീഷൻ അനുസരിച്ച് എഞ്ചിന്റെ വേരിയൻ അനുസരിച്ച് ഏത് ടെക്നോളജിയാണ് ടൈമിംഗ് ഓഫ് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൾവ്, ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവിന്റെ ടൈമിംഗ് ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ DOHC, ഓപ്ഷൻ ബി CRDI, ഓപ്ഷൻ സി VVT, ഓപ്ഷൻ ഡി TDI. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ DOH ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നുള്ളത് അല്ലെ, CRDI കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, VVT വേരിയബിൾ വാൾവ് ടൈമിംഗ്, ഇതാണ് നമുക്ക് വരുന്നത് VVT. ഇതിന് ഫുൾ ഫോം കൊടുത്തിട്ടില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയേക്കുക, വേരിയബിൾ വാൾവ് ടൈമിംഗ്. നിങ്ങൾ ചില വാഹനത്തിന്റെ സൈഡിലൊക്കെ ബാഡ്ജിങ് കണ്ടിട്ടുണ്ടാവും, VVT എന്ന് കണ്ടിട്ടുണ്ടാവും. മാരുതിന്റെ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കാറുകൾക്കൊക്കെ VVT വേരിയബിൾ വാൾവ് ടൈമിംഗ് അതാണ്. അതായത് എഞ്ചിന്റെ കണ്ടീഷൻ അനുസരിച്ച് സെൻസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പർപ്പസ് അനുസരിച്ച്, അതായത് ചില സമയങ്ങളിൽ കൂടുതൽ ലോഡ് എടുക്കുന്നുണ്ടാവും, അപ്പൊ കൂടുതലായിട്ട് എയർ ഫ്യൂല് അല്ലെങ്കിൽ നമ്മൾ എയർ അതിലോട്ട് എഞ്ചിന്റെ ചാർജ് അതിലോട്ട് എത്തേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ അത് സെൻസ് ചെയ്ത് അത് മെഷർ ചെയ്ത് എഞ്ചിന്റെ കണ്ടീഷനും കാര്യങ്ങളും നോക്കിയിട്ട് കൂടുതൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ടൈമിംഗ് കുറച്ച് കൂട്ടുകയും കുറക്കുകയും, അതായത് വേരി ചെയ്യുന്ന ടൈപ്പ് ടൈമിംഗ് വരുന്ന എഞ്ചിൻസ് ആണ് VVT എന്ന് പറയുന്നത്, വേരിയബിൾ വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് ഓഫ് ദ ചേസിസ് ഈസ് കണക്റ്റഡ് ബൈ ട്രാവേഴ്സ് മെമ്പേഴ്സ് ഈസ് നോൺ ആസ്. നമ്മൾ ഒരു ചേസിസുമായി ബന്ധപ്പെട്ട് ചേസിസ് അല്ലെങ്കിൽ ഫ്രെയിം ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് ഓഫ് ദി ചേസിസ് ഈസ് കണക്റ്റഡ് by traverse members is known as. Option A bumpers, option B cross member, option C X member, none of the above. ഒരു ചേസിന്റെ ഫ്രെയിമിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഒരു ചേസിസ് ഫ്രെയിം. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് മെമ്പേഴ്സ് ആണ് നോർമലി പറയാറുള്ളത് നമ്മൾ. അതായത് ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് ഉണ്ട്, ട്രാവേഴ്സ് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സിന് നമ്മൾ സൈഡ് മെമ്പർ എന്നും സൈഡ് മെമ്പർ എന്നും, ഈ ക്രോസ് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ക്രോസ് മെമ്പർ എന്നും പറയാറുണ്ട് അല്ലെ. ക്രോസ് മെമ്പർ ആണ് ഇതിന്. അത് 2 സൈഡ് മെമ്പറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ക്രോസ് മെമ്പർ. ഈ സൈഡ് മെമ്പറിൽ ക്രോസ് മെമ്പർ കണക്ട് ചെയ്ത് ഈ ക്രോസ് മെമ്പറിലായിരിക്കും നമ്മുടെ എഞ്ചിനും ഗിയർ ബോക്സിനുള്ള സപ്പോർട്ടും മൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതാണ് ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സും, അതേപോലെ തന്നെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പേഴ്സും എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് മെമ്പർ ലോഞ്ചിറ്റ്യൂണൽ മെമ്പറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് മെമ്പർ എന്ന് പറയുന്നത്. ക്രോസ് മെമ്പറിലായിരിക്കും എഞ്ചിനും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി ക്രോസ് മെമ്പർ ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ലോഞ്ചിറ്റ്യൂണൽ മെമ്പേഴ്സ് ഓഫ് ദി ചേസിസ് കണക്റ്റഡ് ഇൻ ട്രാവേഴ്സ് മെമ്പേഴ്സിന്റെ മറ്റൊരു പേര് എന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, weight of the vehicle produces in the side members of the frame. Weight of the vehicle produces in the side members of the frame. Side members produce ചെയ്യുന്നതിന്. ഓപ്ഷൻ എ വെർട്ടിക്കൽ ബെൻഡിങ്, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ ബെൻഡിങ്, ഓപ്ഷൻ സി ടോർഷൻ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ്. ഓപ്ഷൻ എ വെർട്ടിക്കൽ ബെൻഡിങ്, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ ബെൻഡിങ്, ഓപ്ഷൻ സി ടോർഷൻ, ആൾ ഓഫ് ദീസ്. അത് ഒരു വാഹനത്തിന്റെ വെയിറ്റ് സൈഡ് മെമ്പേഴ്സ്, വാഹനത്തിലെ ഈ ഓരോ സൈഡ് മെമ്പർ ക്രോസ് മെമ്പർ എന്നൊക്കെ പറഞ്ഞതിൽ നമുക്ക് നോർമലി വാഹനം ഓടുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് വെയിറ്റ് ആണ് അതിൽ ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. അതേമാതിരി ഒരു കർവ്, വാഹനം ഒരു വളവ് തിരിയുന്ന സമയത്ത് ആ വാഹനത്തിലെ സൈഡ് ഫോഴ്സ് വരുന്നത് ഏത് മെമ്പറിലാണ് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലെ. വെഹിക്കിളിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, വെർട്ടിക്കൽ ബെൻഡിങ്. സൈഡ് മെമ്പേഴ്സിൽ വെർട്ടിക്കൽ ബെൻഡിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The following type of spring is most commonly used for suspension in heavy vehicle. താഴെ പറയുന്നവയിൽ ഏത് സ്പ്രിംഗ് ഏത് ടൈപ്പ് സ്പ്രിംഗ് ആണ് ഒരു ഹെവി വെഹിക്കിളിന്റെ സസ്പെൻഷൻ ആയിട്ട് നോർമലി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോയിൽ സ്പ്രിംഗ്, ഓപ്ഷൻ ബി കോർട്ടൽ എലിപ്റ്റിക് ലീഫ് സ്പ്രിംഗ്, ഓപ്ഷൻ സി സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിംഗ്, ഓപ്ഷൻ ഡി ടോർഷൻ സ്പ്രിംഗ്. ഓപ്ഷൻ എ കോയിൽ സ്പ്രിംഗ്, ക്വാർട്ടർ എലിപ്റ്റിക് സ്പ്രിംഗ്. അപ്പൊ നമുക്ക് ഏത് സ്പ്രിംഗ് ആണെന്നില്ല, നമുക്ക് കുറെ അധികം സ്പ്രിങ്ങുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ കോയിൽ സ്പ്രിംഗ് പഠിക്കും, എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് പഠിക്കും, സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് പഠിക്കും അല്ലെ, ക്വാർട്ടർ എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ഉണ്ട്, അങ്ങനെ കുറെ അധികം ഉണ്ട്. അപ്പൊ നമ്മൾ ഹെവി വാഹനങ്ങളിലെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് അല്ലെ. ഇതിനെ നോർമലി നമ്മൾ പറയാറുള്ളത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. നമ്മളെ മെയിൻ ലീഫിന്റെ മാസ്റ്റർ ലീഫ് അല്ലെങ്കിൽ മെയിൻ ലീഫ് എന്ന് പറയുന്നതിന്റെ 2 എൻഡിലായിട്ട് 2 ഐ ഉണ്ടായിരിക്കും. ഇവിടെ 2 ഐ ഉണ്ടായിരിക്കും. ഒരു ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്രെയിമിൽ ഘടിപ്പിക്കും, ഒരു ഐ ഷാക്കിൾ മുഖേനയും ഘടിപ്പിക്കും അല്ലെ. ഒരു ഐ
ഡയറക്റ്റ് ഘടിപ്പിക്കും, ഈ ഷാക്കിൾ മുഖേനയും ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കും. അതിന്റെ താഴത്ത് പിന്നെ കുറെ അധികം ലീഫുകൾ ഉണ്ടാവും. ആ ലീഫുകൾ നമ്മൾ നോർമലി ഗ്രാജുവേറ്റഡ് ലീഫ് എന്നാണ് പറയാറുള്ളത്. ചെറിയ ചെറിയ ലീഫുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നത് ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ടോ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെ തമ്മിൽ ഒരു യു ബോൾട്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാ സ്പ്രിങ്ങുകളെയും ഒന്നിച്ച് ഈ ഒരു യു ബോൾട്ട് വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും, ആക്സിലിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്പ്രിങ്ങുകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സെന്റർ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഒന്നിച്ചും കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്പ്രിങ്ങുകൾ മാത്രമായിട്ട് സെന്ററിൽ ഒരു സെന്റർ ബോൾട്ട് ഉപയോഗിച്ചിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹെവി വാഹനത്തിന്റെ കേസിലാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സെമി എലിപ്റ്റിക്കലിന്റെ ഒരു ലീഫ് സ്പ്രിംഗ് കൊണ്ട് തന്നെ ഒരു ഹൈറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹെൽപ്പർ സ്പ്രിംഗും കൂടി ഇതിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലീഫ് സ്പ്രിംഗ് ഓപ്പറേറ്റ് ചെയ്ത ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേറ്റ് ചെയ്യാനായിരിക്കും ഈ ഹെൽപ്പർ സ്പ്രിംഗ് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതൊരു സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ്. സാധാരണ ഹെവി വാഹനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ് നോർമലി ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇൻ സർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ദ ബാൾസ് ട്രാവൽഡ് ബിറ്റ്വീൻ ദി ബാൾ നെറ്റ് ആൻഡ് ഡാഷ്. എന്താ വെച്ചിട്ടുള്ളത്, ഇൻ എ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ ബാൾസ്, അതിലുള്ള ബാൾസ് ട്രാവൽ ചെയ്യുന്നത് ബാൾ നെറ്റിനെയും പിന്നെ ആർക്കും ഇടയിലാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഓപ്ഷൻ എ വോം വീല്, ഓപ്ഷൻ ബി വോം ഷാഫ്റ്റ്, ഓപ്ഷൻ സി ഗിയർ റാക്ക്, ഓപ്ഷൻ ഡി പറയുന്നത് സ്റ്റിയറിംഗ് വീൽ ഷാഫ്റ്റ്. അങ്ങനെ 4 ഷാഫ്റ്റുകൾ, 4 ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയറിൽ ബാൾസ് ട്രാവൽസ് ബിറ്റ്വീൻ, ആർക്കിടയിലാണ് ബാൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നോക്കാം. അപ്പൊ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് ഡിഫറെന്റ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? എന്തൊക്കെ പഠിക്കാനുള്ളത്? വോം ആൻഡ് വീല് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വോം ആൻഡ് റോളർ പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഓരോ ടൈപ്പിനും എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പഠിച്ചേക്കണം. അതേമാതിരി നമുക്ക് പറയാം വോം ആൻഡ് സെക്ടർ പറയാം. വേം ആൻഡ് റോളർ, ഈ വീലും സെക്ടറും വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും സെക്ടർ പറയാം, വേം ആൻഡ് സെക്ടർ പറയാം, വേം ആൻഡ് നെറ്റ് പറയാം. അത്യാവശ്യം കുറച്ച് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നായിരുന്നു, ഇപ്പൊ അല്ല, എങ്കിലും വേം ആൻഡ് നെറ്റ് ഉണ്ട്. ദെൻ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പിന്നെന്താ, ലാസ്റ്റ് വണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഇത്രയും സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കണം, അല്ലെ? ഇത്രയും കാര്യങ്ങൾ, അല്ലെ? 1, 2, 3, 6 ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്. ഈ സ്റ്റിയറിംഗിന്റെ ലേഔട്ട് ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. സ്റ്റിയറിംഗിന്റെ വീല്, അതേപോലെ സ്റ്റിയറിംഗ് ഷാഫ്റ്റ്, അതിന് പുറത്തൊരു കോൾ ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വരുന്നത്. ഈ ഗിയർ ബോക്സ് വരുന്നത്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റിയറിംഗ് ബോക്സിന്റെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി ചലനത്തെ സ്റ്റിയറിംഗ് വീലിന്റെ ആംഗുലാർ ചലനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡ്രോപ്പാമിന്റെ ആംഗുലാർ ചലനമാക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീലുകളുടെ ആംഗുലാർ ചലനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഈ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് ആ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഷാഫ്റ്റിന്റെ എൻഡിലുള്ള ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, വേം ഷാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? വേം ഷേപ്പിലുള്ള ഷാഫ്റ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. then അതിന് പുറമെ എന്തുണ്ട്, ഒരു നെറ്റ് ഉണ്ട്. ഒരു നെറ്റ് പോകുന്നതിന് നെറ്റ്, ഇതൊരു നെറ്റാണ്. ഈ നെറ്റിന്റെയും വേം ഷാഫ്റ്റിന്റെയും ഇടയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ ബോൾസ് കൊടുത്തിട്ടുള്ളത്. ഈ നെറ്റിന്റെ എൻഡിലാണ് പിന്നെ നമ്മളുടെ വേണ്ട സെക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ആമിലോട്ട് പിറ്റ് ആമിലോട്ട് പോകുന്നതിന് വേണ്ട കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിയറിംഗ് ഈ ബോൾസ് ഏത് ജോയിന്റിലൂടെ പോകുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വേം ഷാഫ്റ്റിലൂടെയും നെറ്റിന്റെയും കൂടിയും ഇടയിലൂടെയാണ് പോകുന്നത്. വേമിന്റെയും നെറ്റിന്റെയും കൂടിയും ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം മൂവ് ചെയ്യുന്നത്, അല്ലെ? കറക്റ്റ് ആണല്ലോ. അപ്പൊ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഇൻ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ബാൾ ട്രാവൽസ് ബിറ്റ്വീൻ ബാൾ നെറ്റ് ആൻഡ് ഡാഷ്. ബാൾ നെറ്റ് ആൻഡ് വേം ഷാഫ്റ്റ്. വേം ഷാഫ്റ്റിന്റെയും ബാൾ നെറ്റിന്റെയും കൂടി ഇടയിലൂടെയാണ് ഈ ബാൾസ് ട്രാവൽ ചെയ്തുകൊണ്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡാഷ് ഈസ് ദ ടിൽറ്റിംഗ് in or out of the front wheels from the vertical when viewed from the front of the vehicle. നമ്മളെ സ്റ്റിയറിംഗ് ജോമെട്രി ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിയറിംഗ് ജോമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്റ്റിയറിംഗ് ജോമെട്രി?
എന്തൊക്കെ ഉണ്ട് അതിൽ? ഡാഷ് ഇസ് ദ എന്തൊക്കെ ഉണ്ട് സ്റ്റിയറിംഗ് ജോമെട്രിയിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ പറയാലോ? ക്യാമ്പർ, കാസ്റ്റർ, കിങ് പിൻ ഇൻക്ലിനേഷൻ, ടോയിന്, ടോട്ട്, ഇൻക്ലൂഡർ ആംഗിൾ, സ്ക്രബ് റേഡിയസ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതില് ഡാഷ് ഇസ് ദ ടിൽറ്റിംഗ് ഓഫ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് വീൽസ് ഫ്രം ദ വെർട്ടിക്കൽ when viewed from the front wheel. ഇത് ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ. ഈ വ്യൂഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിളും സൈഡ് ഓഫ് ദി വെഹിക്കിളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സൈഡിൽ നിന്നുള്ള നോക്കുന്നതാണ് മുന്നിൽ നിന്ന്. മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് വീലിന്റെ അകത്തോട്ടോ പുറത്തോട്ടോ ഉള്ള ഫ്രണ്ട് വീലിന്റെ മുകൾ ഭാഗത്തുള്ള അകത്തോട്ടോ പുറത്തോട്ടോ ഉള്ള ടിൽറ്റിങ്ങിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇതൊരു ഫ്രണ്ട് വീലാണ്. ഈ ഫ്രണ്ട് വീലിന്റെ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. ഈ ബ്ലാക്കിൽ സോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഇത് ടയർ ഒന്ന് ഇങ്ങോട്ട് ടിൽറ്റ് ആയിട്ടുണ്ട്, ഈ ടയർ ഒന്ന് ഇങ്ങോട്ടും ടിൽറ്റ് ആയിട്ടുണ്ട് അല്ലെ. ടയർ ഒന്ന് ഇങ്ങോട്ട് മുകൾ ഭാഗം മാത്രം ടിൽറ്റ് ആയിട്ടില്ല. അപ്പൊ ടിൽറ്റ് ആകുന്ന സമയത്ത് ഇതിന്റെ സെൻട്രൽ ലൈൻ എന്താകുന്നുണ്ട്? ഒരു സൈഡ് ഇങ്ങോട്ട് പറഞ്ഞു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ഫിഗറിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് ടിൽറ്റ് ആകാറുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് സെന്ററിൽ നിന്നാണ് വരാറുള്ളത്. ഇപ്പൊ ഇതിന്റെ ഇങ്ങോട്ടാണ് ടിൽറ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ നമ്മളുടെ എന്താ ടയർ ചെരിഞ്ഞതിന് ശേഷമുള്ള സെൻട്രൽ ലൈനാണ്. അപ്പൊ ഇങ്ങനെ ഈ ടയറിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ടയറിന്റെ മുകൾ ഭാഗത്തുള്ള അകത്തോട്ടോ പുറത്തോട്ടോ അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട്, ഇപ്പൊ അകത്തോട്ടോ പുറത്തോട്ട്, ഇൻ ഓർ ഔട്ട് കേട്ടോ, ഒന്നെങ്കിൽ അകത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട്, അകത്തോട്ടോ പുറത്തോട്ടോ ഉള്ള ചെരിവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ക്യാമ്പർ നോർമലി ഇത് കൊടുക്കാറുള്ളത് 2 ഡിഗ്രിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ഇത് പുറത്തോട്ടാണ് എങ്കിൽ അതിനെ പോസിറ്റീവ് ക്യാമ്പർ, പുറത്തോട്ട് നിലവിൽ ഞാൻ ഷോർട്ടായിട്ട് പി എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് ക്യാമ്പർ എന്നും, അകത്തോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നെഗറ്റീവ്, അതായത് ഇന്നും ഔട്ടും. ഔട്ടാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്യാമ്പർ, അകത്തോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇന്നാണ് എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ക്യാമ്പർ എന്നും ആണ് പറയാറുള്ളത്. പോസിറ്റീവ് ക്യാമ്പറും അതേപോലെ തന്നെ നെഗറ്റീവ് ക്യാമ്പറും ആണുള്ളത്. അപ്പൊ പോസിറ്റീവ് ക്യാമ്പർ ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ക്യാമ്പർ ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ ഏതായിരുന്നു? ക്യാമ്പർ ആണ് ഇതിലെ ആൻസർ വരിക. ഇൻ ആൻഡ് ഔട്ട് ഫ്രണ്ട് വീൽസിന്റെ ഇത് ഫ്രം വ്യൂഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദി വീൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയിട്ട് മുന്നിലോട്ട് പിന്നിലോട്ടുള്ള ടിൽറ്റിനനുസരിച്ച് നമ്മളുടെ മാറും കേട്ടോ. അങ്ങനെ ഇവിടെ നോക്കണം. ഈ കിങ് പിൻ ഇൻക്ലിനേഷനും കാസ്റ്ററും നമ്മൾ നോക്കുന്ന സമയങ്ങളിൽ സൈഡിൽ നിന്ന് നോക്കുന്നു മുന്നിൽ നിന്ന് നോക്കുന്നു ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ബ്രേക്കിംഗ് ദി പുഷ് റോഡ് ഡ്യൂറിംഗ് ബ്രേക്കിംഗ് ദ പുഷ് റോഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ്സ്. നമ്മളൊരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുഷ് റോഡ് ഡയറക്ട്ലി ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? റെസിജ്വൽ പ്രഷർ വാൾവ്, സെക്കൻഡറി പിസ്റ്റന്, പ്രൈമറി പിസ്റ്റന്, കോമ്പൻസേറ്റിംഗ് പോർട്ട്. ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടാൻഡം മാസ്റ്റർ സിലിണ്ടറിന്റെ ഒരു ഫിഗർ എടുത്തിട്ടുണ്ട് അല്ലെ. ടാൻഡം മാസ്റ്റർ സിലിണ്ടറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളുടെ ബ്രേക്കിങ്ങിന്റെ ഫോഴ്സ് വരിക? നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയില്ല, പുഷ് റോഡ് കണക്ട് ചെയ്ത് നമ്മൾ ബ്രേക്ക് പെഡലോട് കണക്ട് ചെയ്ത് ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? പുഷ് റോഡ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈമറി പിസ്റ്റൺ ആയിരിക്കും. ആദ്യത്തെ പിസ്റ്റൺ ആയിരിക്കും പുഷ് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രൈമറി പിസ്റ്റന്. ഈ പ്രൈമറി പിസ്റ്റൻ ആയിരിക്കും പിന്നീട് സെക്കൻഡറി പിസ്റ്റൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്യൂറിംഗ് ബ്രേക്കിംഗ് ദ പുഷ് റോഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ്സ് ആയിരിക്കും? പ്രൈമറി പിസ്റ്റൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ പിസ്റ്റൻ, ഫസ്റ്റ് പിസ്റ്റനെ ആയിരിക്കും പുഷ് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ വെറും ജസ്റ്റ് പിസ്റ്റൻ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സെക്കൻഡറി പിസ്റ്റൻ ഇല്ലാതെ വെറും പിസ്റ്റൻ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ ആണ്. ഇതിൽ പ്രൈമറി പിസ്റ്റൻ സെക്കൻഡറി പിസ്റ്റൻ സെപ്പറേറ്റ് കൊടുത്തത് കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. എന്താണ്? പ്രൈമറി പിസ്റ്റൻ തന്നെയായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. റെസിജ്വൽ പ്രഷർ വാൾവ് സെക്കൻഡറി പിസ്റ്റൻ അല്ല, കോമ്പൻസേറ്റിംഗ് പോർട്ട് അല്ല. ഡയറക്ട്ലി പുഷ് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെയാണ്? പ്രൈമറി പിസ്റ്റനാണ് ഡയറക്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇഫ് എ ടയർ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് 175/65R1482S, then the aspect ratio of the tire is. ടയറിന്റെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 175/65R1482S ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ആസ്പെക്ട് റേഷ്യോ ഏതാണ് എന്ന് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ആസ്പെക്ട് റേഷ്യോ കണ്ടെത്തിയിട്ട് നമുക്ക് വേഗം ആൻസർ ചെയ്ത് പോവല്ല. നമ്മൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. ഓരോന്ന് എന്താണെങ്കിലും മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്കൊരു ടയറിന്റെ ഫിഗർ എടുക്കാം. അപ്പൊ ഫസ്റ്റ് പറയുന്ന 195 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോർമലി പി എന്ന് കൊടുക്കാറുണ്ട്. പാസഞ്ചർ ടയർസിനാകുമ്പോൾ പി എന്ന് ചില വാഹനങ്ങൾ കൊടുത്ത് കണ്ടിട്ടുണ്ട്, ടയറുകൾ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 195 എന്ന് പറയുന്നത് ടയറിന്റെ വിഡ്ത്താണ്. അതായത് നമ്മളൊരു ടയറിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ടയർ ഉണ്ടായിരിക്കുക എന്നുണ്ടെങ്കിൽ ഈ ടയറിന്റെ വിഡ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫസ്റ്റത്തെ 195. ഇത് മില്ലിമീറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. 195 മില്ലിമീറ്റർ.
സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആസ്പെക്ട് റേഷ്യോ. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ആസ്പെക്ട് റേഷ്യോ ഇവിടെ 65 കൊടുത്തത് കൊണ്ട് ആസ്പെക്ട് റേഷ്യോ 65 ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ടയർ എടുക്കുന്ന സമയത്ത് ടയറിന്റെ ഈ സെക്ഷൻ ഹൈറ്റും സെക്ഷൻ വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ഇൻ പെർസെന്റേജിൽ പറയുന്നതാണ്. എന്ത് പറയുന്നത്? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 65%. അതാണ് 65 എന്നുള്ള രീതിയിൽ വന്നിട്ടോ. സെക്ഷൻ ഹൈറ്റ് ബൈ സെക്ഷൻ വിഡ്ത്ത്. ഈ വിഡ്ത്ത് പറയുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് R എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടയർ ആണ്. റേഡിയൽ ടൈപ്പ് ടയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ ഏതാണ് എന്നുള്ളത് കാണിക്കാനാണ് R കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡയമീറ്റർ 15, റിമ്മിന്റെ ഡയമീറ്റർ. നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഡയമീറ്ററാണ് 15. ഇത് നോർമലി പറയാറുള്ളത് ഇഞ്ചിലാണ്. ഇത് ലോഡ് സ്പീഡ് ആണ്. ഇതിനൊരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ ഓരോ വാല്യൂ ഉണ്ട്. 91 എന്ന് പറയുമ്പോൾ ഒരു ഇത്ര വാല്യൂ വരെ, V എന്ന് പറയുമ്പോൾ ഒരു ആൽഫബറ്റിക് ചാർട്ടും അതേപോലെ ഒരു നമ്പർ ചാർട്ടും ആണുള്ളത്. അത് ഈ ഭാഗത്ത് കൂടുതൽ ചോദിക്കാറില്ല. ഇത് ലോഡും സ്പീഡും ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ടയറിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് 65. അപ്പൊ ഇതിന്റെ അളവുകൾ പഠിക്കണം, ഏത് മെഷർമെന്റിലാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അതാണ് ടയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കർക്കാസസിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ മാസ്റ്റർ സിലിണ്ടർ ഈസ് ടു. ഒരു മാസ്റ്റർ സിലിണ്ടറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്നാണ്. ഒരു മാസം എൻഷുർ ദാറ്റ് ഓൾ വീൽ ബ്രേക്സ് ആർ സപ്ലൈഡ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ, കൺവേർട്ട് ബ്രേക്ക് പെഡൽ ഫോഴ്സ് ഇൻ ടു ഹൈഡ്രോളിക് പ്രഷർ, അഡ്ജസ്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് ബ്രേക്ക് പെഡൽ ഫ്രീ പ്ലേ, ബൂസ്റ്റ് ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ബ്രേക്ക് പെഡൽ. ഒരു മാസ്റ്റർ ഇത് പെട്ടെന്ന് വായിക്കുന്ന സമയത്ത്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ടേ തോന്നുള്ളൂ. എല്ലാ ആൻസറും കറക്റ്റ് ആയിട്ട് തോന്നും. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി മാസ്റ്റർ സിലിണ്ടർ. ഒരു മാസ്റ്റർ സിലിണ്ടർ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് മാസ്റ്റർ സിലിണ്ടർ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അതായത് നമ്മളെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഹൃദയത്തിന്റെ പരിപാടി എന്താണ്? ആ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുക അല്ലെ, നമ്മള് ബ്ലഡിനെ പമ്പ് ചെയ്യുക. അതേപോലെ തന്നെയാണ് മാസ്റ്റർ സിലിണ്ടറിന്റെ കാര്യത്തിലും വരുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ ബ്രേക്ക് പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുക. കാലുകൊണ്ട് കൊടുക്കുന്ന മെക്കാനിക്കൽ ഫോഴ്സിനെ ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുകയാണ് മാസ്റ്റർ സിലിണ്ടർ ചെയ്യുന്നത്. ഇത് നോക്കുമ്പോൾ ഇത് ശരിയല്ലേ എന്ന് തോന്നും. അങ്ങനെയാണ് എല്ലാ വീലിലോട്ടും ബ്രേക്കിലോട്ടുള്ള സപ്ലൈ കറക്റ്റ് ആണോ എന്നുള്ളത്, സെയിം എമൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അത് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്രീ പെഡൽ പ്ലേ എന്തായാലും വരില്ല. ഇത് നെക്സ്റ്റ്. അപ്പോൾ ഈ പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാസ്റ്റർ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്ട്സ് ഓൺ. പാർക്കിംഗ് ബ്രേക്ക് ജനറലി ഏത് ഇതിലാണ് കൊടുക്കുന്നത്? റിയർ വീൽസിലോട്ടാണോ, ഫ്രണ്ട് വീൽസിലോട്ടാണോ, ഫ്രണ്ട് ആൻഡ് റിയർ വീൽസിലോട്ടാണോ, ഡിഫറൻഷ്യലിലോട്ടാണോ? നോർമലി പാർക്കിംഗ് ബ്രേക്ക് കൊടുക്കാറുള്ളത് എവിടെക്കാണ്? റിയർ വീൽസിലോട്ടാണ് നോർമലി പാർക്കിംഗ് ബ്രേക്ക് കൊടുക്കാറുള്ളത് അല്ലെ. നമ്മൾ നോർമലി ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് അധികം എന്താണ്? മെക്കാനിക്കൽ ബ്രേക്ക് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. നിങ്ങൾ കണ്ടാവില്ലേ, നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് വലിക്കുന്ന സമയത്ത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് മെക്കാനിക്കലിയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ വലിയ പ്രീമിയം വാഹനങ്ങൾക്കൊക്കെ Audi BM പോലുള്ള വാഹനങ്ങൾക്ക് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും കണ്ടിട്ടുണ്ട്. നേരെ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ബ്രേക്കും കണ്ടിട്ടുണ്ട്. സോ പാർക്കിംഗ് ബ്രേക്ക് നോർമലി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? മെക്കാനിക്കൽ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് റിയർ വീലിലോട്ടാണ്, ബാക്കിലെ വീലിലോട്ടാണ് പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് അലൗസ് ഫോർ ചേഞ്ചസ് ഇൻ ദ ലെങ്ത് ഓഫ് ദി ലീവ് സ്പ്രിംഗ് ആസ് ഇറ്റ് ബെൻഡ്സ്. ഓപ്ഷൻ എ സ്പ്രിംഗ് ഹാങ്ങർ, ഓപ്ഷൻ ബി ക്ലാമ്പ് ബോൾട്ട്, ഓപ്ഷൻ സി സ്പ്രിംഗ് സെന്റർ ബോൾട്ട്, ഓപ്ഷൻ ഡി ഷാക്കിൾ. എന്താണ് നമ്മുടെ ലീവ് സ്പ്രിങ്ങിന്റെ ലോഡ് വരുന്ന സമയത്ത് ലീവ് സ്പ്രിങ്ങിന്റെ ലെങ്ത്തിലുള്ള വേരിയേഷൻ ഉണ്ടാവും അല്ലെ. അലോസ് ദ ചേഞ്ചസ് ഇൻ ദ ലെങ്ത്തിലെ വേരിയേഷന് അലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീവ് സ്പ്രിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി സഹായിക്കുന്നത്, അത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഷാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അല്ലെ. 4 ഓപ്ഷൻസിലെ ഏറ്റവും പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് ഷാക്കിളാണ്. നോർമലി അതായത് വാഹനം ലോഡ് ചെയ്യാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷാക്കിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു എൻഡ് നമ്മൾ ഡയറക്റ്റ് ഫ്രെയിമിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും ലീവ് സ്പ്രിങ്ങിന്റെ മാസ്റ്റർ ലീഫിന്റെ. ദെൻ നെക്സ്റ്റ് അടുത്ത എൻഡ് ഷാക്കിൾ ത്രൂ ആയിരിക്കും ഫ്രെയിമിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. വാഹനത്തിൽ ലോഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് എന്തെങ്കിലും ലോഡ് വരും, വാഹനം ഒന്ന് ഇരിക്കുന്ന പോലെ വരും. അപ്പൊ ഈ സ്പ്രിങ് എന്താവും? സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്, ഇങ്ങനെയുള്ള ലീവ് സ്പ്രിങ് ഒന്ന് സ്ട്രെയിറ്റ് ആയി വരാനുള്ള സാധ്യത ഉണ്ട്.
അപ്പൊ അതിന്റെ ലെങ്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ലെങ്ത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഷാക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഷാക്കിൾ ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഷാക്കിൾ അതിനനുസരിച്ച് ലീ സ്പ്രിംഗ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതിനനുസരിച്ച് ഷാക്കിൾ എന്ത് ചെയ്യും, അത് അഡ്ജസ്റ്റ് ചെയ്യും, ആ സ്പേസിന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഷാക്കിളാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നമ്മള് കഴിഞ്ഞ വർഷം വിളിച്ച AMVA എക്സാമിലെ കഴിഞ്ഞ തവണത്തെ AMVA എക്സാമിന്റെ 20 ക്വസ്റ്റ്യൻസ് ആണ്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ടോട്ടലി ഓട്ടോമൊബൈൽ പാർട്ടിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 20 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.